വയനാട് ജില്ലയെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചപ്പോഴും ഗോത്രവിഭാഗങ്ങളുടെ ദുരിതക്കയത്തിന് അറുതിയില്ലെന്ന ആക്ഷേപവുമായി ആദിവാസി സംഘടനകൾ രംഗത്ത്. നവംബർ 1 സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാനിരിക്കുന്ന അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം തട്ടിപ്പാണെന്ന് ആദിവാസി ഗോത്രമഹാസഭ ആരോപിച്ചു. ഗോത്രവർഗ വിഭാഗങ്ങൾ ഏറെയുള്ള വയനാട്ടിൽ പണിയ, അടിയ, കാട്ടുനായ്ക്ക, വേട്ടക്കുറുമ തുടങ്ങിയവരിൽ ഭൂരിഭാഗവും ഭൂരഹിതരും ഭവനരഹിതരും തൊഴിൽ രഹിതരുമാണ്. നൂറുകണക്കിന് കുടുംബങ്ങൾ പുഴയോരങ്ങളിലും പുറമ്പോക്കുകളിലും വനാതിർത്തികളിലുമുള്ള ചോർന്നൊലിക്കുന്ന കൂരകളിൽ താമസിക്കുന്നവരാണ്. ഇതെല്ലാം മറച്ചുവെച്ചാണ് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ നാടകം കളിക്കുന്നതെന്ന് ആദിവാസി ഗോത്രമഹാസഭ സംസ്ഥാന കോഓർഡിനേറ്റർ എം ഗീതാനന്ദൻ പറഞ്ഞു. അതിദാരിദ്ര്യ പ്രഖ്യാപനത്തിന് മുൻപുണ്ടായിരുന്ന അതേ അവസ്ഥയിലാണ് ഇപ്പോഴും ഗോത്രവിഭാഗത്തിൽപ്പെട്ട പലരുടെയും ജീവിതം. 5433 കുടുംബങ്ങളെ വിവിധ വകുപ്പുകൾ ഒത്തുചേർന്ന് 2454 മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി നടപ്പാക്കി നേട്ടം കൈവരിച്ചതെന്നാണ് പ്രഖ്യാപനം. 952 കുടുംബങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ഭക്ഷണ കിറ്റുകളും ആവശ്യക്കാർക്ക് പാകം ചെയ്ത ഭക്ഷണങ്ങളും ലഭ്യമാക്കി. സർവേയിലൂടെ ജില്ലയിൽ 2931 കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യ കുടുംബമായി കണ്ടെത്തിയിരുന്നത്. ഇവരുടെയെല്ലാം തന്നെ എല്ലാ മേഖലയിലുള്ള ജീവിത സാഹചര്യം മാറ്റിയെടുത്തുവെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം മറിച്ചാണ് ആദിവാസി സംഘടനാ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. പള്ളിച്ചിറ ഊരുകാർ ഇപ്പോഴും ഷെഡിൽ തന്നെയാണ്. ജില്ലയിലെ അതിദാരിദ്ര്യം മുക്തമാക്കി പ്രഖ്യാപിച്ചപ്പോഴും വെറും മണ്ണിൽ സ്വന്തമായി ഒരുക്കിയ ഷെഡിലാണ് പുൽപ്പള്ളി പള്ളിച്ചിറ ഊരിലുള്ളവരുടെ താമസം. ഇവർക്കായുള്ള വീട് പാതി നിർമ്മാണം കഴിഞ്ഞപ്പോൾ നോക്കുകുത്തിയായി കൺമുന്നിൽ തന്നെയുണ്ട്. ആരും തിരിഞ്ഞു നോക്കാത്തതിനാൽ ലിൻഡർ പൊക്കമായ വീടുകൾ 2 വർഷമായി ഇങ്ങനെ കിടക്കുകയാണ്. വെറും മണ്ണിൽ ചോർന്നൊലിക്കുന്ന ഷെഡിലാണ് കുടുംബാംഗങ്ങളുടെ താമസം. പലരും കാലങ്ങളായി ഇവിടെയാണ് താമസം. മഴ പെയ്താൽ കിടക്കുന്ന സ്ഥലമടക്കം എല്ലായിടവും നനഞ്ഞു കുതിരും. കുട്ടികളടക്കം നനഞ്ഞു കുതിർന്ന മണ്ണിലാണ് കിടക്കുന്നത്. ഇത്രയും ദുരിതസ്ഥിതി അനുഭവിക്കുന്ന ഊരു നിവാസികൾക്കു ദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിന് മുൻപോ ശേഷമോ കാര്യമായ സഹായങ്ങളൊന്നും കിട്ടിയില്ലെന്നാണ് വാസ്തവം. വയനാട്ടിൽ 1234 അരിവാൾ രോഗികളുണ്ട്. പണിയ, കുറിച്യ വിഭാഗങ്ങൾക്കിടയിൽ 2020 നടത്തിയ പഠനമനുസരിച്ച് 59% കുട്ടികൾക്കും ഭാരക്കുറവുണ്ട്. 52.3% കുട്ടികൾ വളർച്ച മുരടിച്ചവരാണ്. 2022 JCMPH ഇന്റർനാഷണൽ ജേണൽ ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് നടത്തിയ പഠനത്തിൽ 5 വയസ്സിന് താഴെയുള്ള 54.8% കുട്ടികളിലും പോഷകാഹാരക്കുറവ് കണ്ടെത്തിയിരിക്കുന്നു. ഗ്രാമീണ മേഖലയിലെ കാർഷിക തൊഴിലുകൾ ഇല്ലാതായത് ദാരിദ്ര്യത്തിനും പോഷകാഹാരക്കുറവിനും കാരണമാണ്. ഐക്യരാഷ്ട്രസഭ കണക്കാക്കിയ പ്രതിദിന വേതനമായ 157 രൂപ പോലും ലഭിക്കാത്തവരാണിവർ. സൗജന്യ റേഷന് സർക്കാരിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അതിദാരിദ്ര്യരാണിവർ. ശിശുമരണം വ്യാപകമായി നടന്ന അട്ടപ്പാടിയിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ നടത്തിയ പഠനത്തിനനുസരിച്ച് 48% കുട്ടികൾക്ക് ഭാരക്കുറവും 40% കുട്ടികൾക്ക് വളർച്ച മുരടിച്ചവരുമാണ്. 91% കുട്ടികൾക്കും 96% കൗമാരക്കാരായ പെൺകുട്ടികൾക്കും 86% ഗർഭിണികൾക്കും രക്തക്കുറവുണ്ട്. ഇവരിൽ 30% പേരും ഭൂരഹിതരുമാണ്. സ്വകാര്യ വ്യക്തി നൽകിയ സ്ഥലത്താണ് ഷെഡ് കെട്ടി താമസിക്കുന്നത്. ജോലി കുറവായതിനാൽ ഭക്ഷണ വസ്തുക്കളും കാര്യമായി ലഭിക്കുന്നില്ല. ചെറിയ കുട്ടികൾക്ക് പോഷകാഹാരക്കുറവുമുണ്ട്. പരപ്പൻപാറ വനത്തിനുള്ളിൽ താമസിച്ചിരുന്നപ്പോൾ കിട്ടിയിരുന്ന ഭക്ഷണ വസ്തുക്കൾ ഇപ്പോൾ പേരിന് മാത്രമാണ് ലഭിക്കുന്നതെന്നും ഇവർ പറയുന്നു. അതിദാരിദ്ര്യമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലയിൽ പുതിയ വീടുകൾ നൽകിയെന്നും വീടുകൾ പുനരുദ്ധാരണം നടത്തിയുമെന്നും അവകാശപ്പെടുമ്പോഴും ചോർന്നൊലിക്കുന്ന വീടുകൾ ഇപ്പോഴും ഒട്ടേറെയാണ് വയനാട്ടിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഊരുകളിൽ ചോർന്നൊലിക്കുന്നതും ഷെഡിൽ കഴിയുന്നതുമായ കുടുംബങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്.